ഗ്രേസ് ടൈമിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് എല്ലായിടത്തും മഴയുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എല്ലാവരും സേഫ് ആണ് എന്ന് കരുതുന്നു. ഇവിടെയും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ അടുത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു കേട്ടോ. അപ്പൊ എന്തെങ്കിലുമുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഒരു വീക്കെൻഡിന്റെ വീഡിയോ ആണ് ഷെയർ ചെയ്യാനായിട്ട് എപ്പോഴും എല്ലാവരും എന്നോട് പറയാ. ഒരു വീക്കെൻഡ് സെലിബ്രേഷൻ അല്ല, ഒരു വീക്കെൻഡ് മീൽ പ്രെപ്പിൽ നിന്ന് നെക്സ്റ്റ് വീക്കിലേക്ക് എങ്ങനെയാണ് കടക്കുന്നത്. ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്, ഒരു 1 വീക്ക് പ്രിപ്പൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു സൺഡേ ഈവനിങ് മൺഡേ മോർണിംഗ് ആ ഒരു വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ എന്റെ വിശേഷങ്ങളിലേക്ക് പോകുമ്പോൾ ഇതെന്റെ സൺഡേ ഈവനിങ് ആണ്. സൺഡേ ഈവനിങ് എന്ന് പറയുമ്പോൾ സൺഡേ നൈറ്റ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഫ്രീ ആയതിനു ശേഷം, അതായത് ഡിന്നറൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയതിനു ശേഷമാണ് ഈ ഒരു വീഡിയോ. അതായത് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റായി കഴിഞ്ഞ സമയത്ത് എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഇന്ന് ഒന്നൊരു ഫ്രൈഡ് റൈസ് പെട്ടെന്നൊന്ന് റെഡിയാക്കി വെക്കാമെന്ന്. അപ്പൊ ഞാൻ ഡിന്നറിന്റെ സമയത്ത് തന്നെ ഇതൊക്കെ ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത കാരണം റൈസൊക്കെ ഒന്ന് കഴുകി പുറത്ത് വേണ്ട വെള്ളമൊക്കെ ഒന്നൂറ്റി കളയാനായിട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വീക്കെൻഡുകളുടെ പ്രത്യേകത നമ്മുടെ കയ്യിലുണ്ടാകുന്ന വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് പുതിയ വെജിറ്റബിൾസ് മൺഡേ ഓൺവേർഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും ഒക്കെ എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നാളെ ക്ലാസ്സിൽ പോയം ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് തുത്തു വന്ന് നമ്മുടെ അടുക്കളയുടെ സ്ലാബുമേ കയറി ഇരുന്നിട്ട് കവിതയൊക്കെ ചൊല്ലുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമാണ് ഇങ്ങനെ, കാരണം നമ്മുടെ കൂടെ ഇങ്ങനെ അവരുണ്ടാവുക എന്നുള്ളത് 2 തരത്തിൽ ഉപകാരം ചെയ്യും. ഒന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. 2 നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ കണ്ടുപഠിക്കുകയും ചെയ്യുമല്ലോ. ഞാൻ കണ്ടുപഠിച്ചിരിക്കുന്ന ആളാ, കാരണം ഞാൻ ചെയ്ത് പഠിച്ചിട്ടില്ല. നിങ്ങൾ കുറെ ചോദിക്കുന്ന Q&A എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കുക്കിംഗ് ചാനലിലേക്ക് എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരു യൂട്യൂബർ ഇൻഫ്ലുവൻസർ ആയത് എന്റെ ജോബിന്റെ കൂടെ കൊണ്ടുപോകാനുള്ള കാരണം കുറെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ എന്തെങ്കിലും നമുക്കൊരു Q&A ഒക്കെ ചെയ്യാട്ടോ. അപ്പം നമ്മൾ വളരെ ആ കൂട്ടത്തിൽ കൂടെ വളരെ ക്വിക്കായിട്ട് ഫ്രൈഡ് റൈസും കാര്യങ്ങളും ഒന്നും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തലേദിവസം വൈകുന്നേരം ഞാനിങ്ങനെ ഒരു പാത്രം വെള്ളം തിളപ്പിച്ച് വെക്കും. ഇപ്പൊ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പതിമുഖമൊക്കെ ഇട്ടിട്ടാ തിളപ്പിക്കുക. ഇന്ന് പതിമുഖമാണെങ്കിൽ നാളെ ജീരകം ഇടും, പിറ്റേ ദിവസം കറുവാപ്പട്ട ഇടും, ചില ദിവസം ഗ്രാമ്പൂ ഇടും. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി വെള്ളം തിളപ്പിച്ച് വൈകുന്നേരം ഇടുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കുടിക്കാനുള്ള ചെറു ചൂടായിട്ട് നല്ല സെറ്റായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇനിയിപ്പോ തണുത്ത വെള്ളം ചൂടാക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളം ഇങ്ങനെ തണുക്കാൻ വേണ്ടി കാത്തിക്കുക, അതൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതെന്റെ ഡെയിലി റുട്ടീനിൽ പെട്ടതാണ്. അപ്പൊ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒക്കെ കുക്കായി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെച്ച സമയത്ത് ഞാൻ നമ്മുടെ ചുവന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവോള കാര്യങ്ങളൊക്കെ ഒന്ന് തൊണ്ട് കളഞ്ഞ് വെക്കുകയാണ്. സാധാരണ ചിലപ്പോൾ ഞാൻ സാറ്റർഡേ ചെയ്യും. ഇത് സാറ്റർഡേ നമുക്ക് വർക്കിംഗ് ഡേ ആയിരുന്നു. സൺഡേ ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ പിന്നെ സൺഡേയിലാണ് ഈ ഒരു ടൈമിൽ ഞാൻ സവോള മാത്രം ഇവിടെ വെച്ചൊന്ന് തൊണ്ടൊക്കെ കളഞ്ഞു വെക്കാമെന്ന് വിചാരിച്ചു. സാറ്റർഡേ അല്ലെങ്കിൽ സൺഡേ ഞങ്ങള് ഫാമിലി ഒരുമിച്ചിരുന്ന ഒരു സിനിമ കാണുക, അതൊരു ശീലമായ കാര്യമാണ്. എല്ലാ സാറ്റർഡേയും സൺഡേയും എന്ന് വെച്ചാൽ 2 ദിവസം ഇല്ല, ഒന്നിക്ക് സാറ്റർഡേ ആയിരിക്കും സൺഡേ ആയിരിക്കും, അതേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇന്ന് സൺഡേ ഞങ്ങളുടെ മൂവി ടൈം ഉള്ള സമയമാണ്. 4 പേര് ഒരുമിച്ചിരുന്ന് ഞങ്ങളൊരു സിനിമ കാണും. അതിപ്പോ പുതിയ സിനിമ, പഴയ സിനിമ, അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ പുതിയ സിനിമകളാവാം, ചിലപ്പോൾ ഞങ്ങൾ 2 പേരും കണ്ട നല്ലൊരു സിനിമ പഴയതാവാം, അത് മക്കൾക്ക് കാണിച്ചു കൊടുക്കലാവാം. കുറച്ചു നാളിങ്ങനെ ഹിന്ദി സിനിമ കാണലൊരു ഹരമായിരുന്നു. അപ്പൊ ആ സിനിമ കാണുന്ന കൂട്ടത്തിൽ കൂടെ ഞാൻ എന്റെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അത് നന്നായിട്ട് കഴുകി ഞാനൊന്ന് വെള്ളമൊക്കെ ഒന്ന് വല വെക്കാനായിട്ട് ഒരു ഉണങ്ങിയ കോട്ടൺ ക്ലോത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തോർത്ത്, നല്ല പുതിയൊരു തോർത്ത് ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുക്കാം, എന്താണോ കംഫർട്ടബിൾ അത് എടുക്കാം. ഒരിക്കലും ന്യൂസ് പേപ്പറിൽ ചെയ്യരുത്, കാരണം ന്യൂസ് പേപ്പറിൽ നമുക്ക് അതിന്റെ അച്ചടി മഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, നമുക്ക് കുക്ക് ചെയ്യാനുള്ളതല്ലേ. അപ്പൊ നിങ്ങൾ ഏറ്റവും നല്ലൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് അതിങ്ങനെ നിവർത്തി വെക്കാം. അത് വൈകുന്നേരം രാത്രി നമ്മളിങ്ങനെ വെള്ളം വല വെച്ചിട്ട് പോവുകയാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇങ്ങനെ കിച്ചണിൽ പാറ്റിയോ പല്ലിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരിക്കലും അതിലേക്ക് കടക്കാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മളിത് ചെയ്യാനായിട്ട്. എപ്പോഴും അതൊന്ന് സൂക്ഷിക്കുക. ഇനി ഒന്നും അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ അതിന്റെ ടോപ്പിൽ വേണമെങ്കിൽ കൊണ്ടുവന്ന് വെക്കാം.
അതെന്താണോ നിങ്ങളുടെ കംഫർട്ടബിൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ. നമ്മൾ ഒരാൾ ചെയ്യുമ്പോൾ അത് അതുപോലെ ചെയ്യണം എന്നല്ല, പക്ഷെ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അങ്ങനെ കണ്ടുപഠിച്ചതും കേട്ടുപഠിച്ചതുമായ ഒരുപാട് കാര്യങ്ങൾ അല്ലേ. ആ കൂട്ടത്തിൽ കൂടെ ഞാൻ കടല കുറച്ച് വെള്ളത്തിലിടുന്നുണ്ട്. നാളെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്രാവശ്യം ഞാൻ ഒരു വീക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തില്ല. ഒരു തലേദിവസം വൈകുന്നേരം പ്ലാൻ ചെയ്താൽ എങ്ങനെയാണ് നമ്മുടെ മോർണിംഗ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഇങ്ങനെ ചെയ്തിരിക്കണേ. ചില ആഴ്ച ഞാൻ കംപ്ലീറ്റ് 1 വീക്ക് മീൽ പ്രിപ്പ് തന്നെയാണ് ചെയ്യുക. ഓരോ വീക്കെൻഡ് ഓരോ രീതിയിലാണ് മാത്രം. സാറ്റർഡേ ഒക്കെ അവധി കിട്ടുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും 1 വീക്കിനുള്ളത്. അങ്ങനെ കടല വെള്ളത്തിലിട്ടു. ഇനി ഒന്നുമില്ല, ഇനി മൊത്തത്തിലൊന്ന് തുടച്ച് കിച്ചണൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്ത് ടോപ്പൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു കൂൾ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും. നമ്മൾ എത്ര പണിയുണ്ടെങ്കിലും കിച്ചൺ സിങ്കിൽ ഒരു പാത്രം പോലും ബാക്കി വെച്ചിട്ട് കിടന്നുറങ്ങരുത്. രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് നമ്മൾ തന്നെ ചെയ്യണം. അപ്പൊ നമുക്കതൊരു ഇരട്ടി ബേർഡനായിട്ട് മാറും. അതുകൊണ്ട് അത് ചെയ്യാൻ നന്നായിരിക്കും. അപ്പൊ ഞാൻ എന്റെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയതിൽ ഒരു നെറ്റ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് കേട്ടോ കിച്ചണ് ലൈറ്റ് ഓഫ് ചെയ്തു. ഇനി നാളെ മോർണിംഗിലെ വിശേഷങ്ങളിലേക്ക് എത്താം. രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ പരിപാടി നമ്മുടെ കടല വെള്ളത്തിൽ സോക്കായിട്ടുണ്ട്. ഇനി അതിന് നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട കാരണം നമുക്ക് നേരെ കുക്കറിലേക്ക് ഇട്ട് വേവിക്കാം. കുക്കറിലേക്ക് ഇടുന്ന സമയത്ത് വേണമെങ്കിൽ അതിൽ ഉപ്പിട്ട് കൊടുത്ത് വേവിക്കാം, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് വേവിക്കാം. അത് നിങ്ങൾക്ക് ഓരോ രീതി അനുസരിച്ച് ചെയ്യാം. ഞാൻ ഓരോ സമയം ഓരോ തരം ചെയ്യാം. ചിലപ്പോൾ ഞാൻ എല്ലാം കൂടി വരട്ടിയതിന് ശേഷം അതിലേക്ക് കടലയിട്ട് വിസിലടിച്ചാൽ പിന്നെ ഒന്നും നോക്കാനില്ല, അവിടെ കടല കറി റെഡി ആയിട്ടുണ്ട്. ചില സമയത്ത് കടല മാത്രം വേവിച്ചെടുത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം അതിലേക്കിട്ട് കുറച്ച് കടല അരച്ചൊഴിച്ചിട്ട് സെറ്റ് ചെയ്യും. ഓരോ ടൈപ്പിൽ ചെയ്യുമ്പോൾ ഓരോ തരം. ഇനി ഇത് രണ്ടും അല്ലെങ്കിൽ കുറച്ച് നാളികേരം വറുത്തരച്ചൊഴിക്കാം, ഇനി അല്ല പച്ചയ്ക്ക് അരച്ചൊഴിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ മാറ്റി മാറ്റി ചെയ്യാം. അല്ലെങ്കിൽ എന്നും റെഗുലർ കറികളാവുമ്പോൾ എല്ലാവർക്കും മടിക്കില്ലേ, നമുക്ക് മടിക്കില്ലേ? അതുപോലെ തന്നെയാണ് നമുക്ക് ഓരോ സെയിം ഡിഷിനെ പല പല വെറൈറ്റി ടേസ്റ്റിലേക്ക് കൊണ്ടുപോകാം. ഇനി കുറച്ച് മുട്ട ഒന്ന് പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. മുട്ട പുഴുങ്ങാൻ വെക്കുമ്പോൾ അതിന്റെ ആവിത്തട്ടിന്റെ മുകളിലേക്ക് തന്നെയാണ് നമ്മുടെ തലേദിവസം നമ്മൾ വൈകിട്ട് കുക്ക് ചെയ്ത് ആവിയൊക്കെ പോയി തണുത്ത് വെച്ചിരുന്ന ഫ്രൈഡ് റൈസ് ഒന്ന് ആവി കയറ്റി എടുക്കുന്നത്. വേറെ ഒന്നുമില്ല. അപ്പൊ ഇന്ന് ഭയങ്കര എളുപ്പമായിരിക്കും പണികൾ ചെയ്യാനായിട്ട്. അതിങ്ങനെ ഓരോ ദിവസം ഓരോ തരത്തിലൊന്ന് പ്ലാൻ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും നമ്മുടെ ജോബും എല്ലാം ഈസി ആയിരിക്കും. ഇവിടുന്ന് തന്നെ നമ്മൾ പണിയെടുത്ത് തവിട് പൊടിയായിട്ട് ജോലി സ്ഥലത്തേക്ക് ഓടിയെത്ത, പിന്നെ അവിടെ ചെന്നിട്ട് അവിടുത്തെ ഹെറ്റിക് വർക്ക് എല്ലാം കൂടി ആയാൽ നമ്മൾ ആകെ ഇല്ലാണ്ടായി പോവില്ലേ. അപ്പൊ അതിന് ഒന്ന് വെൽ പ്ലാൻഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തിനാ ജോലിക്ക് പോകുന്നത്? ജീവിതം കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ? ജീവിതം കുറച്ചുകൂടി ബെറ്റർ ആയ ലെവലിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. അല്ലാതെ ജോലിക്ക് പോകാൻ വേണ്ടി മാത്രമല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായാൽ നമുക്കുള്ള സമയത്തെ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റൂ കേട്ടോ. അത് എന്റെ മനസ്സിന്റെ ഞാൻ ചിന്തിക്കുന്ന ഒരു വഴിയാണ്. അതിനിടയ്ക്ക് ഞാൻ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ചില ദിവസം എന്നല്ല, 3/4 ദിവസം മക്കൾക്ക് പാല്, ഞങ്ങൾക്ക് ചായ, ആ രീതിയിലാണ് പോവുക. ഇന്ന് എല്ലാവരും കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ചായ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അതിനുശേഷം പാല് വരാ ഒരു 7 o'clock ഒക്കെ ആവുമ്പോഴാണ് നമുക്ക് പാലെത്തുക. അപ്പൊ ഞാൻ ചായ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും കുറേശ്ശെ ചായയും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചതിന് ശേഷം ഇനി നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അപ്പൊ നിങ്ങളുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എന്താ പ്ലാൻ ചെയ്യാറ്, അതൊക്കെ ഒന്ന് പറയണം കേട്ടോ. എന്നെ സംബന്ധിച്ച് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ പുട്ട്, ഇഡലി, ദോശ, നൂലപ്പം, പൂരി, ചപ്പാത്തി, ഇങ്ങനെയാണ് ഇങ്ങനെ മാറി മാറി പോവുക. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ഉപ്പുമാവ് വന്ന് കയറും കേട്ടോ. ഉപ്പുമാവ് പൊതുവേ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്, പക്ഷെ പൊതുവേ ഒരു ഇഷ്ടക്കുറവുള്ള കാരണം നമ്മൾ ഉപ്പുമാവിന് കുറച്ച് പ്രിഫറൻസ് കുറവാണ്. ഉപ്പുമാവ് വേണമെങ്കിൽ അതിന് ഗ്രീൻ. നമുക്ക് വേറൊരു കാര്യമുണ്ട് കേട്ടോ, മക്കൾ ഈ പറഞ്ഞ പോലെ പഞ്ചസാരയൊന്നും ഇട്ട് കഴിക്കാത്ത കാരണം നമുക്ക് പഞ്ചസാര ഇട്ട് കഴിക്കാത്ത കാരണം എന്നല്ല, നമ്മളങ്ങനെ ഇട്ട് പഠിപ്പിക്കാത്ത കാരണം എല്ലാത്തിനും കറിക്ക് ഇങ്ങനെ കോമ്പിനേഷൻ വേണം. ഇനി അതായത് ഇഡ്ഡലി ആണെങ്കിൽ സാമ്പാറും ചട്നി വേണം. ഇനിയിപ്പോ അപ്പം ആണെങ്കിൽ അത് ഒന്നുകിൽ സ്റ്റൂ വേണം, അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി വേണം. അങ്ങനെ കേട്ടോ. അപ്പൊ അതനുസരിച്ചും കൂടെ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ഗ്രീൻ പീസ് കറി ആക്കും, കുറച്ചെടുത്തിട്ട് രാവിലത്തേക്ക് ഒരു തോരൻ പോലെ ആക്കി നമുക്ക് ചോറിന് കൊണ്ടുപോകാനും ആവും. അങ്ങനെയൊക്കെയാണ് ഈ കാര്യത്തിൽ ഇങ്ങനെ കൂട്ടത്തിൽ കൂടെ പ്ലാൻ ചെയ്ത് പോവാം.
ഇനി ആകെയുള്ളത് നമ്മുടെ പണ്ട് പറയുന്ന പോലെ എന്റെ നിധി കുംഭം എന്ന് പറയുന്ന എന്റെ ഈ ഒരു കുക്കിങ്ങിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന എന്റെ ഈ ഒരു ബോക്സ് അതൊന്ന് ഫില്ല് ചെയ്യാണ് കേട്ടോ. അതായത് ചുമന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ സവോള നന്നാക്കിയത്, അതുപോലെ കറിവേപ്പില അതേ നമ്മുടെ വീടിന്റെ മുറ്റത്ത്, പിന്നാമ്പറത്തെ അടുക്കളയുടെ പുറത്തുണ്ട്, വീടിന്റെ ഫ്രണ്ടിലുണ്ട്, നമ്മുടെ പറമ്പിലാകെ 1, 2, 3, 4 കറിവേപ്പ് മരം ഉണ്ട് കേട്ടോ. എന്നാലും രാവിലെ എഴുന്നേറ്റ് അതിനു വേണ്ടി നമ്മൾ അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ച് ഓടുന്നത് നമ്മുടെ സമയത്തെ കുറെ നഷ്ടപ്പെടുത്തി കളയുന്ന കാരണം ഞാൻ അതും കൂടെ ഇതുപോലെ റെഡിയാക്കി വെക്കും കേട്ടോ. ഇനി പുട്ടിന്റെ പൊടി നനച്ച് നമ്മൾ ഫ്രീസറിൽ വെച്ചതാണ് ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നത് നിങ്ങൾ കണ്ടത്. അതൊന്ന് തണുപ്പൊന്ന് മാറിക്കഴിയുമ്പോൾ ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി കഴിഞ്ഞാൽ പിന്നെ നനയ്ക്കൊന്നും വേണ്ട. നല്ല പെർഫെക്റ്റ്, നല്ല മനുമനു പോലത്തെ പുട്ടില്ല എന്ത് പ്രയോഗം അല്ലേ. നല്ല സോഫ്റ്റ് ആയ പുട്ട് നമുക്കിവിടെ സെറ്റായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ പുട്ട് എന്താ പറയാ ഉണ്ടാക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? എന്താ കഴിച്ചത്? നിങ്ങൾ ജോലിക്ക് പോകുന്ന ദിവസം നിങ്ങൾ എന്താ ഉണ്ടാക്കുക? പണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ പറയും, ഞാൻ ഇഡലിയാണ് എന്റെ വർക്കിംഗ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയും. കാരണം ഇഡലി നമുക്ക് കോരി വെച്ചിട്ട് ഒരു പോക്ക് പോയാൽ പോരെ, പിന്നെ തിരിച്ചു വരുമ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞില്ലേ എന്ന് പറയും. പക്ഷെ ഇവിടെ ഇഡലി ഞാൻ ചെറുപ്പത്തിൽ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ അങ്ങനെ വലിയ പിടുത്തമൊന്നുമില്ല. അപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ടൊക്കെ ഞങ്ങൾ അതിങ്ങനെ കൊണ്ടു നടക്കും. ആവിയില് ഒരു ദിവസമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് പോകണ്ടേന്ന് വെച്ചു. പക്ഷെ മധുരമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊന്നും ഇവിടുത്തെ പതിവില്ല. ചില വീടുകളിൽ അട ഉണ്ടാക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കൊഴുക്കട്ട ഉണ്ടാക്കുന്നവരുണ്ടെന്നൊക്കെ പറയും. പക്ഷെ എന്തോ അതൊക്കെ 4 മണി പലഹാരത്തിലാണ് ഇവിടെ പോവാ. ഇവിടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരിക്കലും പോവാറില്ല. എനിക്കും പൊതുവെ താല്പര്യമില്ല മധുരം എങ്ങനെ രാവിലെ കഴിക്കുക. മധുരം എനിക്ക് നല്ല ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ എന്നാലും ഇനി ചിക്കൻ ഞാൻ വറുക്കാനായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മൾ ചിക്കൻ വാങ്ങുന്ന സൺഡേയും സാറ്റർഡേ ഒക്കെയാണ് നമ്മുടെ ഇവിടെ ഇറച്ചി വാങ്ങുന്ന ദിവസം, ഒന്നുകിൽ ചിക്കൻ അല്ലെങ്കിൽ ബീഫ് വാങ്ങുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇതുപോലത്തെ പീസുകളൊക്കെ എടുത്ത് വെച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ രാവിലേക്ക് നമുക്കത് ഇടയ്ക്ക് അത് മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ പല ബോക്സ് ആയിട്ട് വെക്കുക കേട്ടോ. ഒരുമിച്ച് എടുത്തിട്ട് പിന്നെ ഡീഫ്രോസ്റ്റ് ചെയ്ത് വീണ്ടും കയറ്റി വെക്കുന്നത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. ഓരോ ആഴ്ചയ്ക്ക് വേണ്ട, അല്ലെ ഓരോ ആഴ്ച അല്ല, ഒരു ദിവസത്തിന് വേണ്ട ആ ബോക്സിന് പുറത്തേക്ക് എടുത്ത് അത് ഫ്രൈ ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കൾ യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആയിട്ട് അവർ എത്തിയിട്ടുണ്ട്. മേല് കഴുകൽ കഴിഞ്ഞ് രാവിലെ കുളിക്കൽ പതിവില്ല, പകരം മേല് കഴുകി അവര് ഡ്രസ്സൊക്കെ മാറി വരും. ഇതിന്റെ ഇടയ്ക്ക് ഇനിയിപ്പം ഈ വീഡിയോയിൽ തന്നെ അടുത്ത കമന്റ് വരും, ഹസ്ബൻഡ് നിങ്ങളെ ഒന്നും ചെയ്ത് സഹായിക്കാറില്ലേന്ന്. അതിനുള്ള മറുപടി പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കുക്കിംഗ് മാത്രമല്ലല്ലോ ഒരു വീട്ടിലുള്ളത്, ഒരുപാട് കാര്യങ്ങളില്ലേ. മക്കളെ ഈ പറഞ്ഞ പോലെ മക്കളെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് മുതല് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ. അപ്പൊ എന്റെ കൂടെ അതേപോലെ കട്ടയ്ക്ക് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നത്. എനിക്ക് കുക്കിംഗ് കുറച്ചുകൂടെ വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അത് എന്റെ ഹസ്ബൻഡിന് അധികം വഴങ്ങാത്ത കാര്യമാണ്. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം എന്റെ കൂടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്റെ കൂടെ ചെയ്തേ പറ്റൂ, ഇതെന്റെ കൂടെ ചെയ്ത് നിർബന്ധമാണ്, അങ്ങനെയല്ല. നമ്മൾ ഒരേപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത കാര്യങ്ങൾ ലൈഫ് മുന്നോട്ട് പോകുന്നത് നല്ലതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്താ പറയാ, നമ്മുടെ മക്കള് ഭക്ഷണം കഴിക്കാൻ പോയി, അവരുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്നു. ഞാനിവിടെ ലഞ്ച് ഒന്ന് പാക്ക് ചെയ്യാണ്. എന്റെ ലഞ്ച് കഴിക്കില്ല, ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൽ മാത്രമാണ് കാണിക്കാതിരുന്നത്. അത് ഞങ്ങൾ ഈ കൂട്ടത്തിൽ കൂടെ സൈഡിൽ കൂടെ ഞങ്ങളുടെ ഭക്ഷണം കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിയാം. ഞങ്ങള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാം. കാരണം ഇവർക്ക് അത് കഴിഞ്ഞ് ബാഗ് ഒതുക്കലും കാര്യങ്ങൾ കൊണ്ടുവയ്ക്കലും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് ഫ്രൈഡ് റൈസ്, അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തത്, ഒപ്പം നമ്മുടെ സർലാസ്, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ. അതിനിടയ്ക്ക് കടലയും എന്താ പറയാ പുട്ടും കടലയും ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി ഞാൻ ചോറ് വെച്ചത് തിളപ്പിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്താ പറയാ മോള് ലഞ്ച് ബോക്സ് കവറിലേക്കൊക്കെ വെച്ച് പോവാണ്. ഇതിനിടയ്ക്ക് നിങ്ങൾ എന്റെ തലയിൽ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. മറ്റൊരു വിശേഷമായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. ഗ്രീസ് ടൈം.